ഓ, എന്റെ ബേബി നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ജസ്റ്റിൻ അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം ചേർത്ത് പിടിക്കുന്നു. നിനക്കറിയോ, നിന്റെ ഈ ശരീരത്തിലെ ഫ്രാഗ്രൻസ് ഇല്ലേ, ഇതെന്നെ എത്രത്തോളം ഭ്രാന്ത് പിടിപ്പിക്കുവാന്ന് നിനക്കറിയോ? എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് നിന്റെ സ്മെല്ലാ. അവന്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ പറിച്ചപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. താൻ എന്താ ഇവിടെ ചെയ്യുന്നത്? എങ്ങനെ എന്റെ മുറി കയറി? മാർഗേ, ഓ എന്റെ ബേബി, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ. അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. താനെന്തീ കാണിക്കുന്നത്? എന്നെ വിട്ട്. അതിന് വിട്ട് കളയാനല്ലല്ലോ ഞാൻ പിടിച്ചേ. ജസ്റ്റിൻ, മാറിക്കേ. എന്നിട്ട് ഇവിടെ നിന്ന് പോയേ. ആരെങ്കിലും കാണും. അതിന് ആര് കണ്ടാലും എനിക്കെന്തോ. ഞാൻ എന്റെ ബേബിനെ മിസ് ചെയ്തു, അതുകൊണ്ട് കാണാൻ വന്നു. ജസ്റ്റിൻ പ്ലീസ് ഒന്ന് പോയേ ഇവിടെ നിന്ന്. ഓക്കെ, എന്നൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഒരു K155. K155? അത് എന്ത് എന്ത് കിസ്സോ? അതാ കിസ്. അതാ. എന്നാ ഞാൻ പോയേക്കാം. ജസ്റ്റിൻ, നീ കളിക്കല്ലേ. നീ ഇവിടെ നിന്ന് പോയേ. ആര് പറഞ്ഞു ഞാൻ കളിക്കുവാന്ന്? ഞാൻ ഡബിൾ സീരിയസാ. സമയം കളയാതെ പെട്ടെന്ന് തരാൻ നോക്ക്. ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ഞാൻ കിടക്കാൻ പോവാ. താൻ ഇവിടെ നിന്ന് എന്താ ചെയ്യാൻ പറ്റാ അത് ചെയ്യാൻ നോക്ക്. ജസ്റ്റ് നീ എന്തീ കാണിക്കുന്ന? എന്നെ വിട്ടേ. നീ പോവാൻ നോക്കി ഇവിടെ നിന്ന്. എനിക്ക് ഞാൻ പറഞ്ഞ സാധനം തന്നില്ലല്ലോ. അപ്പൊ മോള് പറയണേ ഞാൻ കേൾക്കുമെന്ന് അങ്ങ് വിചാരിക്കണ്ട കേട്ടോ മോള്. ജസ്റ്റ് എന്നെ വിട്ടേ. നീ ഇവിടെ നിന്ന് പോയുണ്ട്. എന്നെ വിട്. ഓ ഗോഡ്, ഈ മസിൽ പണിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോയ എൻ്റെ ആരോഗ്യമാണല്ലോ ഇപ്പൊ പോകുന്നത്. ഇവിടെ മിണ്ടാതെ എടുക്കണേ നല്ലതെന്നാ തോന്നുന്നത്. ഓ, ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ഏയാ, നീ എഴുന്നേറ്റോ? വാതിൽ തുറക്ക്. ആ മമ്മി. അയ്യോ അയ്യോ, ആ ഡബിൾ പണി പോയോ? ഓ ഭാഗ്യം പോയി. ഗുഡ് മോർണിംഗ് മമ്മി. ആ മോർണിംഗ്. അല്ല, നിന്റെ മുഖത്ത് എന്തൊരു കള്ളലക്ഷണം പോലെ. എന്ത് കള്ളലക്ഷണം? മമ്മിക്ക് തോന്നുന്നായിരിക്കും. തോന്നുന്നൊന്നല്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയി ഫ്രഷ് ആയിട്ട് താഴത്തേക്ക് വാ. അല്ല, ഇതാരാ? ജസ്റ്റിൻ മോനോ? ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് മോനെ. വാ മോനെ, അകത്തേക്ക് കയറി വാ. മോനിവിടെ ഇരിക്കട്ടോ, ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. ഇയാളെന്ത് ഇവിടെ ചെയ്യുന്നേ? മോനെ, ഇനി കോഫി കുടിക്കേ. അല്ല മമ്മി, പപ്പ എന്തിയെ? അത് മോനെ, ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇച്ചായ നേരത്തെ പോയി. പപ്പ എന്നെ കൂട്ടാതെ പോയോ? ഈ മീറ്റിംഗ് അത്ര ഇമ്പോർട്ടന്റാ, അതാ നിന്നോട് പറയാതെ പപ്പ മാത്രം പോയത്. പിന്നെ ബാക്കി മീറ്റിംഗ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുവാ. മാരേജ് കഴിയണ വരെ എല്ലാ കാര്യങ്ങളും സാമ്പ് നോക്കിക്കോളൂലോ. ഓ, പപ്പ പോയല്ലേ. സാരമില്ല, ഞാനൊന്ന് ഓഫീസിൽ പോയി കൊടുത്തോളാം. എന്താ മോനെ, എന്താ കാര്യം? അതൊന്നുമല്ല മമ്മി, ഇന്നലെ പപ്പ വീട്ടിൽ വന്നപ്പോ ഒരു ഫയൽ അവിടെ മറന്നു വെച്ചിട്ട് വന്നായിരുന്നു. അപ്പൊ ഞാനൊന്ന് വന്നപ്പോ അതൊന്ന് തരാന്ന് വിചാരിച്ചു വന്നതാ. ഇനിയിപ്പോ സാരമില്ല, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ കഴിച്ചിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. വേണ്ട മമ്മി, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇതൊന്നും പറയണ്ട, മമ്മി പറയുന്നല്ലേ, അതങ്ങനുസരിച്ചാ മതി. ഓ, എന്ത് സ്നേഹം. തേന് ഒലിക്കണ പോലെ അങ്ങ് ഒലിക്കുക. ഇവിടെ എനിക്കൊരു കോഫി ആണോന്നോലും ചോദിച്ചില്ല. ഇതിപ്പോ ഞാനാണോ അയാളാണോ ഔട്ട്സൈഡർ? ബേബി, നീ എന്ത് ഇങ്ങനെ ഈ കുഞ്ഞു തലയിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ? ഞാൻ പലതും ആലോചിക്കും. അതൊക്കെ ഞാൻ എന്തിനാ തന്നോട് പറയുന്നു? ടയാ, നീ ജസ്റ്റിനെ കൂട്ടിയിട്ട് വന്നേ. ആ മമ്മി. സാർ അവര് വന്നിട്ടുണ്ട്. ഓ ആണല്ലേ.
അവരന്ന് മീറ്റിംഗ് റൂമിലേക്ക് ഇരുത്ത്. ഞാൻ ഫയലുമായിട്ട് ഇപ്പൊ തന്നെ വരാം. ഓക്കെ സാർ. അയ്യോ, ഈ ഫയൽ ഇത് എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെയല്ലേ വെച്ചേ. ഇനി വീട്ടിൽ വെച്ച് മറന്നോ? പിന്നെ ഇത് എവിടെ പോയി? ഷോ ഗോഡ്. അപ്പോഴാണ് ജസ്റ്റിൻ അവിടേക്ക് വന്നത്. എന്ത് പറ്റി പപ്പ? ആകെ ടെൻഷനിലാണല്ലോ. അങ്ങനെ ജോൺ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇതാണ് പപ്പ പറഞ്ഞ ഫയല്. ഓ മൈ ഗോഡ്. അല്ല, മോനിത് എവിടെ നിന്ന് കിട്ടിയേ? അല്ല, ഇന്നലെ പപ്പ വീട്ടിൽ വന്നപ്പോ ഇതവിടെ വെച്ച് മറന്നതാ. അപ്പൊ ഞാൻ വിചാരിച്ചു തരാന്ന്. എനിക്ക് വേണ്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. യാ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ മീറ്റിങ്ങിനുള്ള ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ള. ഇത് നഷ്ടപ്പെട്ട വലിയ ലോസ് തന്നെ സംഭവിച്ചതിന്. സാർ, മീറ്റിങ്ങിനുള്ള ടൈമായി. എന്നെ നമുക്ക് പിന്നെ കാണാം. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാറായി. ഞാനിന്ന് പോട്ടെ. പപ്പ ബൈ. എന്ത് ഇത്ര നേരമായിട്ടും റെഡി ആവാത്തെ? അവന് താഴെ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യോ? മമ്മി, ഞാൻ മാത്രമായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ പോണേ? മമ്മി എന്റെ ഒപ്പം വാ. നീ എന്തിനാ ഇത്ര പേടിക്കുന്നേ? അവൻ പിടിച്ച് തിന്നൊന്നുമില്ല നിന്നെ. അതെ, അതാണ് എന്റെ പേടി. മമ്മിക്ക് എന്താ അറിയാനാ? എനിക്കെല്ലാം അവന്റെ ശരിക്കുള്ള സ്വഭാവം അറിയുള്ളൂ. എന്നാ നമുക്ക് പോയാലോ ബേബികൾ? ആ, ഇതെവിടേക്ക് പോകുന്നേ? വന്ന് ഫ്രണ്ടിലിരിക്കും. ഞാൻ ഡ്രൈവറൊന്നുമല്ല. ഓ മൈ ആംഗ്രി ബേർഡ്. ബേബി, എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ഇത്ര നേരം എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുന്നേ. ഇനിയും കുറെ ദൂരം സഞ്ചരിക്കാനുള്ളതല്ലേ. പറ, എങ്ങോട്ടാ ആദ്യം പോകുന്നേ? പൊട്ടിക്കലേക്ക്, അല്ലാതെ പിന്നെ എവിടെ പോവാനാ? ഏയ്, അങ്ങനെ പറയില്ലേ. അവിടെ മാത്രം പോയി അങ്ങനെ ശരിയാവും. നമുക്കൊരു ഡേറ്റിന് പോയാലോ? താൻ മിണ്ടാതെ ആദ്യം നേരെ നോക്കി വണ്ടി ഓടിക്ക്. എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ട്. അല്ല, ഞാനുള്ളപ്പോ എന്റെ ബേബിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കുവോ? ഹലോ മമ്മി, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര നേരമായിട്ട് നിന്നെ ഞാൻ വിളിക്കുക. ഓ സോറി മമ്മി, ഞാൻ ഇവിടെ കുറച്ച് ബിസി ആയിരുന്നു. നിന്റെ ബിസിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഫ്രണ്ട്സായിട്ട് പബ്ബിൽ പോയി കുടിച്ച് കൂത്തോടുന്നല്ലോ നിന്റെ ബിസി. മമ്മി, നീ ഒന്നും പറയണ്ട. അവിടെ നടക്കുന്ന കാര്യമൊന്നും ഞാൻ അറിയണില്ലാന്ന് നീ വിചാരിക്കണ്ട. അതൊക്കെ പോട്ടെ. ഞാനിപ്പോ വിളിച്ചത് എന്താന്ന് വെച്ചാ, 2 ആഴ്ച കഴിഞ്ഞ് നിന്റെ സിസ്റ്ററിന്റെ മാരേജാ. അത് നീ മറക്കണ്ട. നീ അന്നത്തെ കാലത്ത് ഇങ്ങോട്ട് വരാൻ പോകുന്നേ. അത് മമ്മി, നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് നീ അങ്ങ് കേൾക്കാൻ നോക്ക്. 2 ആഴ്ചക്ക് മുമ്പ് നീ ഇവിടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് ഈ സ്റ്റെല്ല ആരാന്ന് നീ അറിയും. ഞാനിവിടെ പോവാനാ മമ്മി. ബ്രൈഡ് ഇല്ലാതെ എങ്ങനെ മാരേജ് നടക്കാനാ? മോനെ ജസ്റ്റിന് എന്റെ മാത്രം. ഇത് ഞാൻ ഉറപ്പിച്ച കാര്യം. ഈ പ്രപ്പോസലായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം. നിന്റെ മാത്രമായിരിക്കുമെന്ന്. നിന്റെ ഹോട്ട്നെസ് എല്ലാം എനിക്ക് മാത്രമായിരിക്കുമെന്ന്. യു ആർ ഓൺലി മൈൻ.